Good morning, students. നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. Z is equal to e raised to 1 minus xy, x is equal to t raised to 1 by 4, y is equal to t raised to 4. Find dz by dt. അപ്പോൾ dz by dt കണ്ടുപിടിക്കണം. അപ്പോൾ dz by dt കാണാനായിട്ട് നമ്മൾ z എന്നുള്ളത് എന്താണ്? x containing two independent variable, x in terms of t alone, y in terms of t alone. Then dz by dt കാണണം. നമ്മൾ നമ്മുടെ ഫിഗറിൽ നോക്കിയിട്ട് നമുക്ക് ഫോർമുല എഴുതാം. ഇസഡിൽ രണ്ട് വേരിയബിൾ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് എഴുതുന്നു? ഡോ ഇസഡ് ബൈ ഡോ എക്സ്. എക്സിൽ ഒരു വേരിയബിൾ ഉള്ളതുകൊണ്ട് എന്ത് എഴുതുന്നു? ഡി എക്സ് ബൈ ഡി ടി പ്ലസ് അതുപോലെ തന്നെ ഡോ ഇസഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. ഫോർമുല എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഡിഫറൻസിയേഷൻ പാർട്ട് അതിൽ എഴുതണം. അപ്പോൾ ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്താണ്? ഇസഡിനെ നമ്മൾ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു 1 മൈനസ് എക്സ് വൈ ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് എന്താണ്? ഇ റേസ് ടു എക്സ് തന്നെയാണ്. അപ്പൊ ഇ റേസ് ടു 1 മൈനസ് എക്സ് വൈ ഇൻറ്റു 1 into 0 മൈനസ് എക്സ് വൈയുടെ മൈനസ് വൈ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്താണ്? 1 by 4 ഇൻറ്റു ടി റേസ് ടു 1 by 4 മൈനസ് 1 പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ എന്താണ്? ഇ റേസ് ടു 1 മൈനസ് എക്സ് വൈ ഇൻറ്റു മൈനസ് എക്സ്. ഇവിടെ നമ്മൾ വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് ആണ് കോൺസ്റ്റന്റ്, മൈനസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി ടി എന്താണ്? 4t cube. That is equal to e raised to 1 minus xy into minus y 1 by 4 t raised to 1 by 4 minus 1 എത്രയാണ്? t raised to minus 3 by 4. 1 by 4 minus 1 എന്ന് പറഞ്ഞാൽ minus 3 by 4 plus e raised to 1 minus xy into minus x into 4t cube. ഇനി നമ്മൾ എക്സിനെ വൈനെ ഏതിലേക്ക് കൊണ്ടുവരണം? ടിയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇ റേസ് ടു 1 മൈനസ് എക്സ് എന്താണ്? ടി റേസ് ടു 1 by 4 ഇൻറ്റു വൈ എന്താണ്? ടി റേസ് ടു 4. ദെൻ മൈനസ് വൈ എന്താണ്? ടി റേസ് ടു 4 ഇൻറ്റു 1 by 4 ടി റേസ് ടു മൈനസ് 3 by 4 പ്ലസ് ഇ റേസ് ടു 1 മൈനസ് എക്സ് എന്താണ്? ടി റേസ് ടു 1 by 4. വൈ എന്താണ്? ടി റേസ് ടു 4 മൈനസ് എക്സ് എന്താണ്? ടി റേസ് ടു 1 by 4 ഇൻറ്റു ടി ക്യൂബ്. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടി? ഡി എസ് ബൈ ഡി ടി എന്ന് പറയുന്ന ആൻസർ എന്താണ്? ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഈ ട്രീ ഉപയോഗിച്ച് ഫോർമുല എഴുതുന്നു. ആ ഫോർമുലയില് ഈ ഡിഫറൻസിയേഷൻ പാർട്ട് നമ്മൾ എഴുതുന്നു. അതിനുശേഷം ഫൈനൽ ആൻസറിൽ നമുക്ക് ടി മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ എക്സിന് പകരം ടി റേസ് ടു 1 by 4 വൈക്ക് പകരം ടി റേസ് ടു 4 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡി എസ് ബൈ ഡി ടിയുടെ ആൻസർ ഇൻ ടേംസ് ഓഫ് ടി അലോൺ കിട്ടും. ഓക്കെ, അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുക്കുക, ചെയ്ത് പഠിക്കുക കേട്ടോ.